നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ തോൽവി യാദൃശ്ചികമായി സംഭവിച്ചതാണോ? നിലമ്പൂർ ജനത രേഖപ്പെടുത്തിയ വോട്ട് തുടർച്ചയായി ഭരണം കയ്യിലുള്ള ഇടതു സർക്കാരിനുള്ള താക്കീത് കൂടിയായി വേണം കരുതാൻ. ചുരുക്കി പറഞ്ഞാൽ ഇടതു സർക്കാരിന്റെ ഭരണമികവിന് മാർക്കിടുകയായിരുന്നു നിലമ്പൂർ ജനത. എന്തുകൊണ്ടാവും നിലമ്പൂരിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടത്? ചില പ്രധാന കാരണങ്ങൾ നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പ് സംഘപരിവാർ സഹായ വകുപ്പായി മാറിയതായി നിരന്തരം ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. സംഘപരിവാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പോലീസിനെ പോലെയാണ് പലപ്പോഴും കേരള പോലീസ് പെരുമാറുന്നത്. കേരള പോലീസിനിടയിൽ ന്യൂനപക്ഷ വിരുദ്ധത ക്രൂരമായി വളർന്നതായി കാണാം. താനൂരിലെ താമിർ ജിഫ്രിയുടെയും കൽപ്പറ്റയിൽ ഗോകുലിന്റെയും കസ്റ്റഡി മരണങ്ങൾ ഇതിന് ശക്തമായ ഉദാഹരണങ്ങളാണ്. തൃശൂർ പൂരം കലക്കാൻ കൂട്ടുനിന്ന് സംഘപരിവാറിനെ തൃശൂരിൽ വിജയിപ്പിച്ചു. താമര വിരിയാൻ സാധ്യതയില്ലാതിരിക്കെ അതിനുവേണ്ട സൗകര്യം ചെയ്തു കൊടുത്തത് ഇടതു സർക്കാർ തന്നെയാണെന്ന് പറയാം. കേരള ജനതയ്ക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാൻ മാഷാ അല്ലാഹ് സ്റ്റിക്കർ, കാഫിർ സ്ക്രീൻഷോട്ട് പോലെയുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചെടുത്തു. കേരളത്തിന്റെ സാമൂഹ്യാന്തരീക്ഷം കലുഷമാക്കാൻ പോന്ന അത്യന്തം അപകടകരമായ നുണക്കഥകൾ പടച്ചുവിടുന്ന വിഷ ഫാക്ടറി ഇടതുപക്ഷം തന്നെയാണെന്ന് പലപ്പോഴായി തെളിയുകയും ചെയ്തു. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് വ്യക്തമായും സംഘപരിവാർ ഉന്നയിക്കുന്ന നരേഷനുകളാണ് ഇടതുപക്ഷം സൃഷ്ടിച്ചെടുത്തത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ മലപ്പുറത്തിനുമേൽ കള്ളക്കടത്തും ദേശവിരുദ്ധതയും ആരോപിക്കൽ പതിവായിരുന്നു. വികസന കാര്യത്തിലും വിദ്യാഭ്യാസ കാര്യത്തിലുമുള്ള പിന്നാക്കാവസ്ഥ മലപ്പുറത്തെ ജനതയെ നിരന്തരം സമരത്തിനായി തെരുവിലിറക്കി. സമരം ചെയ്യുന്നവരെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും തീവ്രവാദികളായി മുദ്രകുത്തുകയും ചെയ്തു. നിലമ്പൂരിൽ ആദിവാസികൾക്ക് ഭൂമി നൽകാമെന്ന വാഗ്ദാനം സർക്കാർ പാലിച്ചിട്ടില്ല. സംസ്ഥാനത്തെ ഭൂസമരങ്ങളോടെല്ലാം നിഷേധാത്മക സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. കേരളീയകൾ നടത്തിയ സമരത്തെയും സർക്കാർ ക്രൂരമായാണ് അടിച്ചമർത്തിയത്. കുറഞ്ഞ വരുമാനത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആശാവർക്കർമാർ കൂലിവർദ്ധനവിനായി നടത്തിയ സമരത്തോടും മുഖം തിരിച്ചു. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നിയമനം ലഭിക്കാതെ പോയ യുവാക്കളുടെ സമരത്തോടും ഇതേ സമീപനമായിരുന്നു. കേരളത്തിന്റെ ഭൂമിശാസ്ത്ര ഘടനയെ പരിഗണിക്കാതെയാണ് പലയിടത്തും ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നത്. ജനങ്ങളുടെ ഈ ആശങ്കയെ സർക്കാർ മുഖവിലക്കെടുത്തതേയില്ല. മലപ്പുറത്തെ കൂരിയാടുണ്ടായ ദേശീയപാത തകർച്ചയുടെ കാരണം ഇത് തന്നെയാണ്. സംസ്ഥാനത്തിന്റെ പരിധിയിൽ നിന്ന് നടത്താവുന്ന ജാതി സെൻസസിന് സർക്കാർ സന്നദ്ധമായിട്ടില്ല. മാത്രമല്ല, സവർണ സാമ്പത്തിക സംവരണം അമിതാവേശത്തോടുകൂടി നടപ്പിലാക്കുകയും ചെയ്തു. ഇത് സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗങ്ങളിൽ പെടുന്നവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കി. മികച്ച മാർക്ക് നേടിയ പിന്നാക്ക വിഭാഗത്തിലെ കുട്ടികൾ പുറത്തു നിൽക്കുമ്പോൾ EWS അഥവാ സവർണ സംവരണ വിഭാഗത്തിൽ ആയിരക്കണക്കിന് സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ഇങ്ങനെ നിരവധി കാരണങ്ങളാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി M സ്വരാജിനെ നിലമ്പൂരിൽ നിന്ന് കെട്ടുകെട്ടിച്ചത്. ഇടതുഭരണത്തിനെതിരായ ഈ ജനവിധി ഇനിയും ഉൾക്കൊള്ളാനോ തിരുത്താനോ തങ്ങൾ തയ്യാറല്ല എന്നാണ് തോൽവിയാനന്തര CPMന്റെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോഴും CPM നടത്തിയത് പഴകിപ്പൊളിച്ച സംഘപരിവാർ നരേഷനുകൾ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകും. കേരള CPMന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങൾ നൽകിയ താക്കീതാണ്. അതുകൊണ്ടുതന്നെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും തുടർഭരണത്തിനുമെല്ലാം ഇടതുപക്ഷത്തിന് ആശങ്കയുടെ നിഴൽ വീണിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം.